ഹലോ. അപ്പോൾ നഴ്സിംഗായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഒരു കുട്ടി ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് ചേച്ചി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് നാൾ മുന്നേ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നേഴ്സായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് അതായത് ഈ ഒരു കരിയർ ബ്രേക്ക് ഒരു പ്രശ്നമാകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഒരു പ്രശ്നമാകും ഇഫ് ഇറ്റ്സ് മോർ ദാൻ 3 ഇയേഴ്സ്. അതായത് കഴിഞ്ഞ ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്തത് കാണിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാവും. ഹോസ്പിറ്റൽസിലല്ല അത് പ്രശ്നമാവുക, നിങ്ങളുടെ എലിജിബിലിറ്റിക്കാണ് അത് പ്രശ്നമാവുക. ലൈക്ക് ലെറ്റ്സ് സേ നിങ്ങൾ ഇപ്പോൾ NNS ചെയ്തു, ക്രെഡൻഷ്യൽസ് എല്ലാം വെരിഫൈ ചെയ്തു, എല്ലാം വാലിഡ് ആണ്, നിങ്ങൾ NCLEX എഴുതി, നിങ്ങൾ പാസ്സായി. പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് കാണിക്കാനില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടില്ല. അപ്പോൾ CNO പറയും നിങ്ങളുടെ അടുത്ത് സേഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാൻ. അതായത് വേറെ ഒന്നുമല്ല, ഒരു പ്രിസെപ്റ്ററുടെ കീഴിലോ അല്ലെങ്കിൽ ഒരു ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിൻ്റെ കൂടെ നിങ്ങളെ ജോലിക്ക് ഇടും. അത് പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് 3 6 മന്ത്സോ എന്തോ പരിപാടിയാണ്. അതായത് അവർക്ക് CNOയ്ക്ക് ഒന്ന് ഉറപ്പാക്കണമല്ലോ, അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും മറന്നിട്ടില്ല, ഇപ്പോഴും സ്കിൽസൊക്കെ ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു കഴിവ് തെളിയിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ലാസ്റ്റ് 3 ഇയേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ ഉറപ്പില്ല CNO നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരിക. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതിന് സേഫ് പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. അത് ഈ CNO പറയുന്ന ഹോസ്പിറ്റൽസിൽ നമ്മൾ ചെയ്ത് ആ അവേഴ്സ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CNO രജിസ്ട്രേഷൻ തരും. ഇനി അതല്ല, നിങ്ങൾക്ക് ലാസ്റ്റ് 3 ഇയേഴ്സിൽ ലൈക്ക് ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക് ഹോം എക്സ്പീരിയൻസ് സ്റ്റിൽ വാലിഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൽഫ് പ്രാക്ടീസ് പരിപാടികളൊന്നും ചെയ്യണ്ട. നിങ്ങൾ അനലൈസ് ചെയ്യുന്നു, നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് എല്ലാം വെരിഫൈ ചെയ്യുന്നു, എല്ലാം അടിപൊളി. അത് കഴിഞ്ഞ് നിങ്ങൾ NCLEXന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, എലിജിബിലിറ്റി കിട്ടുന്നു, NCLEX എഴുതുന്നു, പാസ്സാകുന്നു. പിന്നെ അതങ്ങ് CNOനെ അറിയിച്ചാൽ മതി, കിട്ടി, രജിസ്ട്രേഷൻ കിട്ടി, RN-ആയി. പിന്നെ ഹോസ്പിറ്റൽസിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസ് അത് കംപ്ലീറ്റ്ലി ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഒരു മെഡിസിൻ നേഴ്സായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ ആ മാനേജേഴ്സാണ് തീരുമാനിക്കുന്നത് നിങ്ങളെ ജോലിക്ക് എടുക്കണോ വേണ്ടയോ എന്ന്. അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ബേസ്ഡ് ചെയ്തിട്ടിരിക്കും. ആസ് ലോങ് as നിങ്ങൾ RN ആണെന്നുണ്ടെങ്കിൽ അവർ ബാക്ക് ഹോം എക്സ്പീരിയൻസ് എത്ര വർഷം ഗ്യാപ്പ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, അതൊന്നും അവർ നോക്കില്ല. പിന്നെ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാലറിക്ക് വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10 വർഷം ബാക്ക് ഹോം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി അത് ബേസ് ചെയ്തിട്ടായിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഓരോ ഇയറിന് എത്രയും കൂടി സാലറി കൂടുതലൊക്കെ ഉണ്ട്. അതല്ലാതെ നിങ്ങളിവിടെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ നേഴ്സാകാൻ പറ്റാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത് നേഴ്സൊക്കെ ആവാൻ പറ്റും. ഈ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങളുടെ ആ സാലറി പാക്കേജിനെ ബാധിച്ചിരിക്കുക. എന്ന് വെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. വളരെ ചെറിയൊരു ഡിഫറൻസ് എക്സ്പീരിയൻസിൻ്റെ ബേസിസിൽ വരുള്ളൂ. അതല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആസ് ലോങ് as നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് എല്ലാം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ, എക്സാം എഴുതി പാസ്സായിട്ടുണ്ടെങ്കിൽ, ബാക്ക് ഹോം 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വേറെ തലവേദനകളൊന്നുമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു.